ജോമോള് പറഞ്ഞു ശരിക്കും എന്നെ അടിക്കണം, അടിച്ചില്ല എനിക്ക് കരയാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു ജോമോള്. ഞാനാണ് ഈ കഥാപാത്രം ഇങ്ങനെ കയറിയിട്ട് എന്നിൽ ഞാൻ ഒറിജിനലായിട്ട് തന്നെ അങ്ങോട്ട് കൊടുത്തു. അടിയെല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ കൈ നഖമൊക്കെ പിന്നെ എനിക്ക് തീർച്ചയായിട്ടും ഭയങ്കര സങ്കടമായി. ഞാൻ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടുള്ള ആ പാടും പിന്നെ ആ ഇവിടെ അടിച്ച ചുമന്ന പാടും കണ്ടപ്പോഴാ കൊച്ചു പറഞ്ഞ് അത് കിട്ടിയോടെ ഞാൻ അഭിനയിച്ചെന്നാണ് ജോമോള് പറയുന്നത്. അമ്പിളി സാറിനെ സംബന്ധിച്ച് സാർ അങ്ങനെ ചിരിക്കത്തില്ല, വർത്തമാനം വളരെ കുറച്ച് മിതത്വമായിട്ട് സംസാരിക്കത്തുള്ളൂ. സാറൊന്ന് ചിരിച്ചു കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ കുട്ടിയാ തെറ്റിച്ച എന്ന് മമ്മൂക്കായി പറയുന്നുണ്ട്, കുട്ടിയാണ് തെറ്റിച്ചത് മമ്മൂക്കാട് പറയുന്നുണ്ട്. അങ്ങനെ ആ സീൻ രസാ. മമ്മൂക്ക താ തെയ് തെയ് താ തെയ് തെയ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ തിയേറ്ററിൽ നിന്ന് കൂട്ട കയ്യടിയായിരുന്നു. കവിരപ്പെണ്ണമ്മ ചേച്ചിക്ക് ഒരു സായിയായി അമ്മ മാത്രം ചേച്ചിക്ക് വലിയ ആഗ്രഹം കോമഡി ചെയ്യാൻ. പക്ഷെ ചേച്ചി പറയും എടീ എനിക്കൂടെ കോമഡി എന്നോട് ചേച്ചി എൻ്റെ അടുത്ത് പറയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് എൻ്റെ അടുത്ത് പറയും. തീർച്ചയായും ഞാൻ അന്ന് ഹാപ്പിയാണ്, ഇന്ന് ഹാപ്പിയാണ്. ചില മാറ്റങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എനിക്ക് വന്നെങ്കിലും എനിക്ക് രൂപത്തിലും അല്ലെങ്കിൽ എൻ്റെ കഥാപാത്രത്തിലൊക്കെ മാറ്റങ്ങൾ വന്നെങ്കിലും എന്നെ സംബന്ധിച്ച് ഞാൻ ഹാപ്പിയാണ്. ദ ക്യൂ ഷോ ടൈമിൽ പൊന്നമ്മ ബാബു, വെൽക്കം. നമസ്കാരം. ഈ എപ്പോഴും ഒരു ആക്ടർ അയാളുടെ ജേണി എല്ലാം സംസാരിക്കുമ്പോഴും നമ്മൾ വന്ന വഴികൾ, നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസുകളെല്ലാം എപ്പോഴും മെമ്മറി ആയിട്ട് കൂടെ ഉണ്ടാവുമല്ലോ. എന്ത് ക്യാരക്ടർ ആവട്ടെ, കരിയറിലെ പല സ്റ്റേജ് ആവട്ടെ, ലൈഫിലെ പല സ്റ്റേജ് ആവട്ടെ, നമുക്കൊരു ഫ്യൂവല് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ഇത്തരം മെമ്മറീസ് എക്സ്പീരിയൻസുകളെല്ലാം ആണ്. എനിക്ക് ചേച്ചിയുടെ ജേണിയിൽ എന്നെ ഏറ്റവും എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ളത് ഈ ഭരണങ്ങാനത്ത് നിന്ന് സിനിമ തേടി വരുന്നുണ്ട് ചേച്ചീനെ. ചേച്ചി സിനിമയുടെ പാർട്ടാവുന്നു. അതൊരു പക്ഷെ എനിക്ക് തോന്നുന്നു അന്നത്തെ സിനിമ കൾച്ചറിൽ ഭരണങ്ങാനത്ത് നിന്ന് ഒരാൾ സിനിമയിൽ വരുന്നത് എനിക്ക് തോന്നുന്നു മിസ് കുമാരിക്ക് ശേഷം വരുന്ന രണ്ടാമത്തെ ആളാണ്. ഈ ഒരു ജേണി അതൊരു ഭയങ്കര ത്രില്ലറാണ്, ഇമോഷണൽ സാധനങ്ങളുണ്ട് ആ ജേണിയിൽ, ഭയങ്കര പേഴ്സണലായി നിൽക്കുന്നതാണല്ലോ. ആ ജേണി ഒന്ന് പറയാമോ? എൻ്റെ എന്താ പറയണേ, മിസ് കുമാരിക്ക് ശേഷം മറ്റൊരു താരം നമ്മുടെ നാട്ടിൽ നിന്ന് അത് എന്നിലൂടെ വരാൻ സാധിച്ചതിൽ ഞാൻ എൻ്റെ ദൈവത്തിനാദ്യം നന്ദി പറയുന്നു, പിന്നെ എൻ്റെ അൽഫോൻസ് അമ്മയ്ക്ക് നന്ദി പറയുന്നു. അപ്പം പറഞ്ഞ പോലെ എനിക്കതൊക്കെ ഓർക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത് ഞാൻ പഴയ കാര്യങ്ങളൊക്കെ പലതും ഇങ്ങനെ ഓർക്കുമ്പോഴേ ഇതൊക്കെ ഞാൻ കടന്നു വന്നതാണോ എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്. സിനിമ പോലെയാണല്ലോ, കൊല്ലങ്ങൾ പോകുന്നു. എൻ്റെ ബാല്യം അവിടെ തുടങ്ങിയിടത്തു നിന്നാണ് എൻ്റെ കലാജീവിതം തുടങ്ങുന്നത്. എൻ്റെ ബാല്യം എൻ്റെ കലയിൽ അവിടെ അവസാനിച്ചിട്ട് ഞാൻ പിന്നെ യൗവനത്തിലോട്ട് കടന്നു. പിന്നെ നമ്മൾ മക്കളെ കല്യാണമായി കഴിഞ്ഞപ്പോഴത്തേക്കും മാരേജായി, മക്കളൊക്കെ 3 മക്കളെ അതിനിടയ്ക്ക് പ്രസവിച്ചു വളർത്തി. ഇതൊക്കെ ഞാൻ പലപ്പോഴും ഇങ്ങനെ ഇരുന്ന് ഞാൻ തന്നെ എന്നെ തന്നെ ഞാനിങ്ങനെ ആലോചിക്കുമ്പം എനിക്കിപ്പോൾ പലതും പുറകോട്ട് നോക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ പേടിച്ചു പോകും. എന്നറിയോ, പക്ഷെ ഞാൻ എൻ്റെ ജോലികൾ കഴിഞ്ഞോ, ഞാൻ ഇത്രയും ജീവിതത്തിൽ ഇത്രയും കാര്യങ്ങൾ മുന്നോട്ട് എന്നെ ദൈവം നയിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയല്ലോ. ആ പോക്ക് ഞാനൊന്നും അറിഞ്ഞില്ല. ഒരു ഫ്ലോ ഉണ്ടായിരുന്നു. ആ ഒരു ഫ്ലോ എനിക്കുണ്ടായിരുന്നു. എൻ്റെ ബാല്യത്തിൽ തന്നെയാണ് ഞാൻ കലാരംഗത്ത് വരുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ സമ്മതിയിലൂടെ തന്നെ ആ ഹസ്ബൻഡ് തന്നെയാണ് ആ പുള്ളിക്കാരൻ തന്നെ എന്നെ കല്യാണം കഴിക്കുന്നു. 3 കുഞ്ഞുങ്ങളുണ്ടാകുന്നു. പിന്നെ അതിന് ശേഷമനുബന്ധിച്ചൊരു ഞങ്ങൾക്കൊരു ഇഷ്യൂസ് വന്നപ്പോഴത്തേക്ക് ആ 3 പിള്ളേരുണ്ടായ നാളുകളിലൊന്നും ഞാൻ അഭിനയിച്ചിട്ടില്ല. ബ്രേക്കായിരുന്നു. 10-13 വർഷക്കാലം ഞാൻ ബ്രേക്കായിരുന്നു. തനി വീട്ടമ്മയായിട്ട് ഈ മക്കളെയൊക്കെ നോക്കി ഒക്കെ ഞാൻ നോക്കിയിരുന്നൊരു തനി വീട്ടമ്മ. അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ കുറച്ച് തയ്യലൊക്കെ പഠിച്ചായിരുന്നു. പിന്നെ ഞാൻ ഡാൻസ് ക്ലാസ് എടുക്കുമായിരുന്നു കുട്ടികൾക്ക്. ഓൾറെഡി ഞാനൊരു ഡാൻസർ ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെ അടങ്ങി ഇരിക്കാം. ഇപ്പോഴാണെങ്കിലും അതെ, ഈ മടി നടന്ന മനുഷ്യർക്ക് ഞാൻ എൻ്റെ വീട്ടിൽ കിടന്നുള്ളൂ. എനിക്ക് എന്തെങ്കിലുമൊക്കെ ശരീരം കുറച്ചൊക്കെ ഇന്നിട്ട് ഇളക്കണം. അതിൻ്റെ റൂമിൽ തന്നെ ആയിരിക്കും മിക്കവരും അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാനപ്പോൾ ഡാൻസ് പഠിപ്പിക്കുമായിരുന്നു. അതിനുശേഷമാണ് ഞാൻ പിന്നീട് എൻ്റെ ഒരു 23-ാമത്തെയോ വയസ്സിലാണ് ഞാൻ വീണ്ടും നാടകത്തിൽ വരുന്നത്. ഈ 23 വയസ്സിനുള്ളിൽ എനിക്ക് എൻ്റെ 3 കുഞ്ഞുങ്ങൾ ആയി. എല്ലാം കുഞ്ഞുങ്ങളാണ്. എല്ലാം ഇളയ മോള് മാത്രമേ ഒരു 5 വയസ്സിന് വ്യത്യാസമുള്ളൂ. ബാക്കി എൻ്റെ മൂത്ത മോളും മോനും 1 വയസ്സിന് വ്യത്യാസമുള്ളൂ അവർ തമ്മിൽ.
അപ്പോൾ അവിടുന്ന് ഞാൻ പിന്നെ നാടകത്തിൽ വരുന്നു. നാടകത്തിൽ വന്നിട്ട് എനിക്ക് ഈ നാടകം വന്നിട്ട് അങ്ങോട്ട് ഈ പിന്നെ ചെറുപ്പത്തിൽ കളിച്ച പോലെയല്ല. ചെറുപ്പത്തിൽ ഞാൻ അഭിനയിക്കുമ്പം മുട്ടുപാവടയും ബ്ലൗസും ഒക്കെ ഇട്ടാണ് ഞാൻ അഭിനയിച്ചത്. ഞാൻ മോളായിട്ടാണ് അതിനകത്ത് അഭിനയിച്ചത്. എന്നെ മോളെ നിന്നാണ് എന്നെ ആ നാടകത്തിൽ വിളിച്ചുകൊണ്ടിരുന്നു. പിന്നെ ആ സെറ്റിലുള്ളവരെല്ലാവരും എൻ്റെ ഹസ്ബൻഡ് അടക്കം എന്നെ മോളെ നിന്നാണ് അന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് എടി വാടി എന്നൊക്കെയുള്ള വിളിയിലോട്ട് മാറിയത്. അതിനുശേഷം പിന്നീട് നാടകത്തിൽ ഞാൻ വരുന്നു. നാടകത്തിൽ വരുമ്പോൾ ഞാൻ സാരിയൊക്കെ കൊടുത്ത് ഞാനൊരു നായികയായിട്ടാണ് വരുന്നത്. ഇച്ചിരി ഒരു കാര്യ ഗൗരവമുള്ള പക്വതയായിട്ടുള്ള കഥാപാത്രം. പിന്നെ കാമുകനെ ഒരു വിരഹ നായിക അങ്ങനത്തെ ഒരു കഥാപാത്രമായിരുന്നു. ഡാൻസും ഒരു ചെറിയ സെമി ക്ലാസിക്കൽ ഡാൻസ് അതിനകത്തുണ്ടായിരുന്നു. അക്ഷയ മനസ്സം ആ നാടകം ബാലനയ്യമ്പലിയുടെ നവതാര പൂഞ്ഞാർ നവതാരയിൽ അതൊരു ഞങ്ങളൊരു 2 വർഷക്കാലം ഞാൻ ഞങ്ങളുടെ നവതാര തന്നെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ 3 KPC ബിയാട്രിസ്, ഞാൻ ബിന്ദു, ഞങ്ങളൊക്കെ ഒരു 3 വർഷം ഒരുമിച്ച് ഒരു സമിതിയിൽ 2 വർഷം ആ സമിതിയിലുണ്ടായിരുന്നു. പിന്നത്തെ വർഷമായപ്പോഴത്തേക്ക് ഹസ്ബൻഡ് കൂടി ഒരു സമിതി തുടങ്ങി. അപ്പോൾ പുള്ളി ഞങ്ങൾക്ക് സമിതി ഉണ്ടായിരുന്നു. ഏറ്റുമാനൂർ സുരപ്പില്ല തീറ്റേഴ്സ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് സമിതി ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് സമിതിയാണ്. അപ്പോൾ അങ്ങനെ വീണ്ടും വരുന്നു. ആ നാടകം കളിച്ചുകൊണ്ട സമയത്താണ് എന്നെ സിനിമയിലുള്ള ക്ഷണം അവിടെ എനിക്ക് കിട്ടുന്നത്. പിന്നെ കിട്ടി, ഞാൻ വന്നു. ഞാൻ എവിടെയോ കഴിഞ്ഞൊരു ഇൻ്റർവ്യൂ ആരോടോ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തുടക്കം വെച്ച ഒരു ചെറിയ പടമാണ്. പക്ഷെ ഞാൻ എത്തിപ്പെട്ടതൊക്കെ എല്ലാം വലിയ പടവും വലിയ ഡയറക്ടർമാരുടെ പടമാണ്. അപ്പോൾ ഇന്ന് ഈ നിമിഷം വരെ ആലോചിക്കുമ്പോൾ എൻ്റെ കഴിഞ്ഞുപോയ ഓരോ കാര്യങ്ങളിലും എനിക്ക് ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് എന്നോടൊപ്പം ഉണ്ടായിരുന്നു. എൻ്റെ കാരണവരുടെ ബ്ലെസ്സിങ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ ആകാം എനിക്ക് ഇത്രയൊക്കെ ഒരു കടമ്പ കടക്കാൻ പറ്റിയതും. ഈ മക്കളെയൊക്കെ പഠിപ്പിച്ചു, നല്ല വിദ്യാഭ്യാസം കൊടുത്തു, നല്ല കല്യാണം കഴിപ്പിച്ചയച്ചു. ഇന്ന് 4 പേരക്കുട്ടികളുണ്ട് എനിക്ക്. അവരെല്ലാം സെറ്റിലാണ്, പുറത്താണ് എല്ലാവരും. അപ്പോൾ ഞാൻ ഇന്നിപ്പം സിനിമയും ഇതൊക്കെ പറഞ്ഞ് ഞാനിപ്പോൾ ഇങ്ങനെ ഓടി നടക്കുന്നു. ഞാനും ഹസ്ബൻഡും ഉള്ളൂ, പിന്നെ ഒരു സെർവൻറ്റുമാണ് വീട്ടിലുള്ളത്. അപ്പോൾ ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ ഈ എൻ്റെ ജേർണിയിലും ഇപ്പം എത്തിക്കുന്ന പോയിന്റിലും പൊന്നമ്മ ബാബു ഈസ് ഹാപ്പി. തീർച്ചയായും ഞാൻ അന്ന് ഹാപ്പിയാണ്, ഇന്ന് ഹാപ്പിയാണ്. ചില മാറ്റങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എനിക്ക് വന്നെങ്കിലും, എനിക്ക് രൂപത്തിലും അല്ലെങ്കിൽ എൻ്റെ കഥാപാത്രത്തിലൊക്കെ മാറ്റങ്ങൾ വന്നെങ്കിലും എന്നെ സംബന്ധിച്ച് ഞാൻ ഹാപ്പിയാണ്. ഇതിലേക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ നമ്മളെപ്പോഴും പൊന്നമ്മയെ പറ്റി പറയുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും വിഷ്വലാണ് തലയിൽ വരുന്നത്, നിങ്ങളെല്ലാം സ്ക്രീനിൽ കാണുന്നുള്ളൂ. അപ്പോൾ പൊന്നമ്മ എന്ന് പറയുന്നത് വരുന്ന കുറേ ഹ്യൂമർ ക്യാരക്ടേഴ്സ് ആദ്യം തലയിലോട്ട് വരും. പക്ഷെ എനിക്ക് എപ്പോഴും രസകരമായി തോന്നിയിട്ടുള്ളത് ഈ ജാനകിക്കുട്ടിയുടെ വല്യമ്മ എന്ന ക്യാരക്ടർ. അത് എനിക്ക് തോന്നുന്നു തുടക്ക ടൈമിൽ ക്യാരക്ടർ റോളുകളിലെ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറായിരുന്നു അത്. നമുക്കും പിന്നീട് അങ്ങനത്തെ ഒരു ഫ്ലേവറിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു സ്പെഷ്യൽ സ്ഥാനം നമ്മുടെ ഉള്ളിലുണ്ട് താനും. പ്രത്യേകിച്ച് അത് MT വാസുദേവൻ നായരുടെ സ്ക്രിപ്റ്റ്, ഹരിഹരൻ സാറിൻ്റെ സംവിധാനം, ഒരു ക്ലാസിക്കൽ മൂവിയുടെ പാർട്ടായിട്ട് പൊന്നമ്മേച്ചി അതിൽ പെർഫോം ചെയ്തത്. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ജാനകിക്കുട്ടിയുടെ വല്യമ്മേനെ ഇപ്പം എങ്ങനെയാണ് റീകണക്ട് ചെയ്യുന്നത്? ജാനകിക്കുട്ടി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം MD സാറ് മരിച്ചു പോയപ്പോൾ ഞാൻ സാറിനെ ഒരു നിമിഷം സാർ എന്നെ ആ പടത്തിലോട്ട് എടുത്ത കാര്യം ഇങ്ങനെ ആലോചിക്കായിരുന്നു. ഞാൻ ആ പടത്തിൽ കൂടെ വന്നപ്പോൾ സിബി സാറിൻ്റെ പടത്തിലൂടെ, സിബി സാറാണ് ലോഹിതാസ് സാറിൻ്റെ അടുത്ത് എൻ്റെ കാര്യം പറയുന്നത്. സാറിൻ്റെ ആ കാരുണ്യം എന്ന് പറഞ്ഞ പടം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദിവ്യനോട് അമ്മ ജനാർദ്ദൻ എൻ്റെ ഹസ്ബൻഡായിട്ട്. അതിൽ ഞാൻ അധികം കോമഡിയൊന്നുമല്ല, സെൻറ്റിമെൻറ്റ്സ് ക്യാരക്ടറാണ്. പിന്നെ സിബി സാറിന് തന്നെ നീ വരുവോളം ചെയ്തു. അതിനകത്തും ഞാൻ കോമഡിയല്ല, പക്ക സീരിയസാണ്. പിന്നെ സീരിയസ് ക്യാരക്ടറാണ്. അത് ദിവ്യനോട് അമ്മ അതിനകത്തും. മറ്റുപോയ ഏലിയാസ് ബാബുവാണ് എൻ്റെ ഹസ്ബൻഡ്. MD സാറിൻ്റെ ജാനകിക്കുട്ടി എന്ന് പറഞ്ഞ സിനിമ വരുമ്പം പണ്ടൊക്കെ നമുക്ക് വീടുകളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണുകളില്ല. ഞാനൊക്കെ എറണാകുളത്ത് വരുമ്പം ഫോണില്ല. ഞാനൊക്കെ പുറത്തൊക്കെ 10,000 രൂപ മുടക്കി ഒരു ഫോൺ വാങ്ങിയാണ് ഞാനൊക്കെ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഫോൺ വാങ്ങിയപ്പോൾ അത് ആൻസറിങ് മെഷീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി നമുക്ക് പുറത്ത് പോകുമ്പോൾ ഈ ആൻസറിങ് മെഷീനെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കും. ഹലോ, ഞാൻ പൊന്നമ്മ ബാബുവാണ്, ഞാൻ ഇന്ന പടമായിട്ട് ഇന്ന സ്ഥലത്തുണ്ട് എന്നും പറഞ്ഞ് ആ ഫോൺ നമ്പരും കാര്യവും അതേ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കും. അപ്പോൾ നിങ്ങൾ വിളിക്കുക, എൻ്റെ വീട്ടിലേക്ക് ഫോൺ വിളിക്കുമ്പോൾ ഹലോ എന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ ഞാൻ എവിടെയുണ്ടെന്ന് നിങ്ങൾക്കും നമ്പരും കിട്ടും, ഇതും കിട്ടും. അവരവിടെ നിന്നാണ്, അങ്ങനെയാണ് എന്നെ കണക്ട് ചെയ്തിരുന്നത്. അങ്ങനെ കണക്ട് ചെയ്ത് വന്നൊരു പടമാണ് ഈ പറയുന്ന ജാനകിക്കുട്ടി. പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് അവരിങ്ങനെ പുതിയ പടം തുടങ്ങുന്നു. MD സാറ്, ഹരിഹരൻ സാറും. MD സാറിൻ്റെ സ്ക്രിപ്റ്റിൽ ഹരിഹരൻ സാറ് ഡയറക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് ഒരു അമ്മ കഥാപാത്രം ചെയ്യാൻ അതിനകത്ത് 2 ആൾക്കാരെ ഒരാളെ അവർ ഫിക്സ് ചെയ്തു. പിന്നെ രണ്ടാമത്തെ ക്യാരക്ടറാണ് നിൽക്കുന്നത്, അത് രശ്മി സോമൻ്റെ അമ്മയായിട്ട്. ഇത്തിരി എന്താ പറയണേ, ഒത്തിരി എന്താ പറയണേ, ദേഷ്യം അരിശമുള്ള ഒരു ക്യാരക്ടറാണ്. മകൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരമ്മയാണ്.
പക്ഷെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്കിങ്ങനെ വിളി വരുന്നു പ്രൊഡക്ഷൻ കൺട്രോളർ. അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോൾ കുറേ പെണ്ണുങ്ങളിങ്ങനെ മേക്കപ്പ് ഇട്ട് സാരി കൊടുത്തു എല്ലാവരും ഇങ്ങനെ എനിക്ക് തോന്നുന്നൊരു 10-15 പേരുണ്ടാവും ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ എന്നെ റൂമിൽ കയറി ചെല്ലുന്നു. അപ്പോൾ അതിനുള്ളിൽ ഈ പടങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ എന്നെ കണ്ടപ്പോഴേ MD സാറും ഹരിഹര സാറും ചോദിച്ചു. അപ്പോൾ എനിക്കന്ന് ഇത്ര വണ്ണമൊന്നുമില്ല, എനിക്കന്നൊരു മുടിയൊക്കെ ഒരുപാടുള്ള സമയം കേട്ടോ. അപ്പം ഞാൻ എന്നോട് ചോദിച്ചു പിന്നെ നാടകത്തിൽ നിന്നാണ്. ഞാൻ പറഞ്ഞു അതെ സാർ. അപ്പം പുള്ളിയെ മേക്കപ്പ് PM മണിച്ചേരെന്ന് പറഞ്ഞാൽ പൊക്കം കൊണ്ട് മേക്കപ്പ് വിളിച്ചു. ഇവരൊന്ന് മേക്കപ്പ് ഇടിയിക്കാൻ പറഞ്ഞു. അങ്ങനെ മേക്കപ്പ് ഒക്കെ ഇട്ട് എന്നൊക്കെ വെച്ചാൽ നരയൊക്കെ ഇട്ട് എന്നെ അവിടെ കൊണ്ടുവന്നപ്പോൾ ഇതുപോലെ മേക്കപ്പ് ഒരുക്കിയ പെണ്ണുങ്ങളും കുറേ പേര് വെളിയിരിപ്പുണ്ട്. എന്നെ കൊണ്ടുവന്ന് നിർത്തി. ഹരിഹര സാറ് MD സാറ് എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു ഇപ്പോൾ ഏതാ പടം ചെയ്യുന്നേ? ഞാൻ പറഞ്ഞു ഞാൻ ലോകി സാറിൻ്റെ പടം ചെയ്യുക, കാരുണ്യം എന്ന് പറഞ്ഞ് പടം ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ഏതോ കുറച്ച് ഡേറ്റ്സ് കൂടുതൽ വേണം ഹരിഹര സാറ് പറയുക. അതാണ് ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ എന്നെ ഫിക്സ് ചെയ്യുന്നൊന്നും ഞാൻ വിചാരിച്ചു പോലും ഇല്ല കേട്ടോ. ഞാൻ ഉടനെ അത്ഭുതപ്പെട്ട് നിൽക്കുക. അന്ന് ഞാൻ പറഞ്ഞു ഓ അപ്പം എന്നെ സെലക്റ്റാ, നമുക്കിനി 40 ദിവസം ഷൂട്ടുണ്ട്, ഒന്ന് ചെയ്തേക്കണം കേട്ടോ എന്ന് പറഞ്ഞു. MD സാർ പറഞ്ഞു. MD സാറിനെ സംബന്ധിച്ച് സാർ അങ്ങനെ ചിരിക്കത്തില്ല. വർത്തമാനം വളരെ കുറച്ച് സംസാരിക്കും. സാറൊന്ന് ചിരിച്ച് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനൊക്കെ ചിലപ്പോൾ പോയിട്ട് ഈ ജാനിക്കുട്ടി നടന്ന സമയത്ത് സാർ സെറ്റിൽ വരുമല്ലോ. അപ്പം ഞാൻ സാറിൻ്റെ അടുത്ത് ചെല്ലും. ഞാൻ പറഞ്ഞു സാറേ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാലും സാറ് ശരി ഗുഡ് മോർണിംഗ് സാർ എപ്പോൾ വന്നു ഇപ്പോൾ വന്നു അങ്ങനെ പറയുന്ന ഒരു ക്യാരക്ടറാണ്. ഓടി ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്ന ഒരു ക്യാരക്ടറല്ല. പക്ഷേ എൻ്റെ ഒരു ക്യാരക്ടർ അവിടെ ഞാൻ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്കറിയാൻ പറ്റും. ജാനിക്കുട്ടിയിൽ എന്നെ ട്രോളിയിട്ട് ഒരു സീൻ എടുക്കുന്നുണ്ട്. ജോമോളെ അടിക്കുന്നൊരു സീനുണ്ട് അവിടെ. അപ്പോൾ ആ സീൻ ട്രോളി ഇട്ടിട്ട് അന്നൊക്കെ നമുക്ക് ട്രോളിയിൽ കുറേ അഡ്ജസ്റ്റ്മെൻറ്റാണ്. ക്യാമറ എങ്ങനെയാണ് വൈഡും ക്ലോസും ഷോട്ടും എല്ലാം ഈ ക്യാമറയിലുള്ള കളികളാണ്. അപ്പം നമുക്ക് ഡയലോഗ് ഒരാൾ പറഞ്ഞ് അവിടെ വന്നു, അവിടുന്ന് അവളെ അടിച്ചിട്ട് ഇവിടെ വരുന്നു, ഇവിടെ വന്ന് അവളെ പറഞ്ഞിട്ട് അവിടെ പോകുന്നു, ഇങ്ങനെ മൂവ്മെൻറ്റും കൂടി ഉണ്ട്. മൂവ്മെൻറ്റും ആക്ടിവിറ്റീസും എല്ലാം കൂടെ ചേർന്ന ഒരു സിറ്റുവേഷൻ എനിക്കുള്ളത് ചെയ്യാൻ. അപ്പോൾ ക്യാമറ സെറ്റ് ചെയ്ത് MD സാർ ആ സീൻ എടുക്കുന്ന ദിവസം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ സീന് ഡയലോഗൊക്കെ പഠിച്ച് ഞാൻ അവിടെ പ്രൊമീറ്റിംഗ് ഒന്നുമില്ല, ഡയലോഗൊക്കെ പഠിച്ച് ഞാൻ ഇതുപോലെ ജോമോളെ ജോമോള് പറഞ്ഞ് ശരിക്കും എന്നെ അടിക്കണം, അടിച്ചില്ല എനിക്ക് കരയാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ജോമോള്. ഞാനാണ് ഈ കഥാപാത്രം ഇങ്ങനെ കയറിയിട്ട് ഞാൻ ഒറിജിനലായിട്ട് തന്നെ അങ്ങോട്ട് കൊടുത്തു. അടിയെല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ കൈ നഖമൊക്കെ പിന്നെ എനിക്ക് തീർച്ചയായിട്ടും ഭയങ്കര സങ്കടമായി. ഞാൻ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടുള്ള ആ പാടും പിന്നെ ആ ഇവിടെ അടിച്ച ചുമന്ന പാടും കണ്ടപ്പോഴേ ആ കൊച്ചു പറഞ്ഞ് അത് കിട്ടിയോടെ ഞാൻ അഭിനയിച്ചതെന്നാണ് ജോമോള് പറയുന്നത്. പക്ഷെ ഞാൻ ആ സീൻ അഭിനയിച്ച് കഴിഞ്ഞപ്പോഴേ MD സാർ കൈ അടിച്ചിട്ട് പൊന്നമ്മ ഗുഡ് എന്ന് സാർ. എനിക്ക് അതെൻ്റെ ആദ്യത്തെ ഒരു എൻ്റെ ഒരു അംഗീകാരം, എനിക്ക് കിട്ടുന്ന ഒരു അവാർഡായിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ഒരു ഇൻ്റർവ്യൂവിൽ ഞാനിത് പറഞ്ഞിട്ടില്ല കേട്ടോ. ആദ്യമായിട്ട് നിങ്ങൾക്ക് എൻ്റെ മെമ്മറിയിൽ നിന്ന് ഇപ്പോൾ ഓർത്ത് പറഞ്ഞൊരു കാര്യം ഇത് ഗുഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ താങ്ക് യു സാർ. അന്നൊന്നാണ് സാറൊന്ന് ചെറുതായിട്ടൊന്ന് ചിരിച്ച് സാർ അന്ന് ആ ഒരു വർത്തമാനം ഒന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചു. ഒരു ചിരിയിൽ ഗുഡ് പൊന്നമ്മ ഗുഡ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു താങ്ക് യു സാറേ എന്ന് പറഞ്ഞു. ഹരിഹര സാർ പിന്നെ എല്ലാം നല്ല ഗുഡ് പൊന്നമ്മ. എന്നെ പൊന്നമ്മാജിന്നാ എന്നെ ഹരിഹര സാറ് വിളിക്കുക, പൊന്നമ്മാജിന്ന് എന്നെ വിളിക്കുക. അങ്ങനെ ആ സെറ്റ്. പിന്നെ അവിടെ നിന്നാണ് രണ്ടാമത്തെ പടമാണ് ഞാൻ MD സാർ ഡയറക്റ്റ് ചെയ്ത പടത്തിൽ അഭിനയിച്ചു. തീർത്ഥാടനത്തിൽ സുഹാസിനിയുടെ മദറായിട്ട് അഭിനയിച്ചു. അതിൻ്റെ ചെറുപ്പമുണ്ട്, അതിൻ്റെ വയസ്സുമുണ്ട്. അങ്ങനെ ആ പടം ചെയ്തു. അങ്ങനെ എനിക്ക് MD സാറിനോടൊപ്പം 2 പടം ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. സാറിൻ്റെ ഒരു ചെറിയ ഗുഡായാലും എനിക്കത് കിട്ടി. അതെൻ്റെ ലൈഫ് ലോങ് വരെ എനിക്ക് ആ മെമ്മറിയിൽ കിടക്കുക. ഈ സിനിമ ഞാൻ ഇച്ചിരി ഈ പറഞ്ഞ ഒരു മെമ്മറിയിൽ നമ്മൾ ഭയങ്കര ഹാർഡായി സംസാരിച്ചുകൊണ്ട് ഒന്ന് കൂളാക്കാനായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഡാൻസ് ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ. ഈ ഡാൻസറാണ്, ഡാൻസിൽ ഈ പറഞ്ഞ ഇപ്പോഴും ടൈം കിട്ടുമ്പോഴൊക്കെ ഡാൻസ് 2 മൂവൊക്കെ ചെയ്ത് എന്റർടൈൻ ചെയ്തിരിക്കുന്നത്. ഇതിലെനിക്ക് ഭയങ്കര രസമുള്ള കാര്യം തോന്നിയിട്ടുള്ളത് ഈ തുറുപ്പുകിടാനിലെ ഡാൻസ് ടീച്ചർ ആയിട്ടുള്ള സീൻ. ഇതിങ്ങനെ എപ്പോഴും ഡിസ്കസ് ചെയ്ത് കണ്ടിട്ടില്ല. അതിൽ ഈ പറഞ്ഞ കുട്ടികളവിടെ മുന്നിലുണ്ട്, ഈ മമ്മൂക്ക അവിടെ നിന്ന് ഡാൻസ് ചെയ്യുന്നുണ്ട്. ഇതിന് കൃത്യമായ റിയാക്ഷൻ കൊടുക്കണം, ഇയാളുടെ ദേഷ്യപ്പെടണം. അത് തിയേറ്ററിലിരുന്ന ഓഡിയൻസ് എല്ലാവരും കൂട്ടച്ചിരിയാണ്. ആ സീനിന്റെ ഒരു ഷൂട്ടിംഗ് ഫീഡിങ് ഒക്കെ ഭയങ്കര കയ്യടിയായിരുന്നു. അല്ല എന്നെ അതിനകത്ത് ഡാൻസ് ടീച്ചർ എന്ന് പറഞ്ഞില്ല. അപ്പം ഞാൻ മമ്മൂക്കയുടെ ഒപ്പം വെള്ളം വേഷ താരദാസ് എന്ന് പറഞ്ഞൊരു പടം അഭിനയിച്ചിട്ട് നേരെ അടുത്ത സെറ്റിലോട്ട് വരുന്നതാണ് ഈ സെറ്റിലോട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പ്രൊഡക്ഷൻ കൺട്രോളർ പറഞ്ഞ ഒരു ചാച്ചു നെല്ലിമൂടാണ് എൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ. എന്നോട് പറഞ്ഞു മിലിഞ്ചലിൻ്റെ പടമാണ്, ജോണി ആൻ്റണിയാണ് ഡയറക്ടർ, മമ്മൂക്ക പടമാണ്, ഒരു ടീച്ചറുടെ വേഷമാണെന്ന്. അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചറായിരിക്കും വിചാരിച്ച് ഞാൻ വന്നപ്പോഴത്തേക്ക് മമ്മൂക്ക എൻ്റെ അടുത്ത് പറഞ്ഞു ഡാൻസ് ടീച്ചറാണ് എന്ന് പറഞ്ഞു മമ്മൂക്ക. അപ്പോൾ എൻ്റെ മനസ്സ് കിളി പോയി. കിളി ഇങ്ങനെ കൊള്ളാലോ, എനിക്കറിയാവുന്നൊരു വിഷയമല്ലോ ഡാൻസ്. ഓ
ഞാൻ പറഞ്ഞു. അതിനെന്താ അത് ഞാൻ പറഞ്ഞു ഞാൻ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് അടിക്കാൻ കമ്പ് ഇത് കൊണ്ടുവന്നു, താളം അടിക്കാൻ. അപ്പോൾ താളം തേയ് തേയ് തിത്ത് തേയ് 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 തിത്ത് തേയ് 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 തിത്ത് തേയ് താ തേയ് തിത്ത് തേയ്, ഈ സാധനമാണ് നമുക്ക് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ എനിക്കത് ഡാൻസ് അറിയാവുന്നതുകൊണ്ടും കൊട്ടാൻ അറിയാവുന്നതുകൊണ്ടും എനിക്ക് നന്നായിട്ട് ചെയ്യാൻ അത് പറ്റി. മമ്മൂക്ക അവിടെ സത്യം പറഞ്ഞാൽ മമ്മൂക്കയുടെ ആ ഡാൻസ് കളിയും എൻ്റെ താളം കൊട്ടലും, അതിനിടയ്ക്ക് ഒരു കൊച്ചിൻ്റെ കാലി ഒട്ടി ഓടിച്ച് അതിനിടയ്ക്ക് അത് വരുന്നു. എനിക്ക് മനസ്സിൽ ഭയങ്കരമായിട്ട് ചിരി വന്നെങ്കിൽ എനിക്ക് ചിരിക്കാൻ പറ്റത്തില്ല. അവൾ ദേഷ്യപ്പെടും. കുട്ടിയാ തെറ്റിച്ച എന്ന് മമ്മൂക്ക പറയുന്നുണ്ട്. കുട്ടിയാണ് തെറ്റിച്ചത് മമ്മൂക്കയോട് പറയുന്നുണ്ട്. അങ്ങനെ ആ സീൻ രസാ. മമ്മൂക്ക താ തേയ് തിത്തി തേയ് താ തേയ് തിത്തി തേയ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ തിയേറ്ററിൽ നിന്ന് കൂട്ട കയ്യടിയായിരുന്നു. അപ്പം സ്റ്റെപ്പും കളിക്കുന്നു. അപ്പോൾ അതാ പറഞ്ഞു, മമ്മൂക്കയ്ക്ക് കയ്യടി കൂട്ടത്തില്ല, എനിക്ക് കൂടെ ആ കൂടെ കയ്യടി കിട്ടിയ ഒരു പടമായിരുന്നു തൂർപ്പുകൂലാൻ. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനിടയ്ക്ക് അപ്പോൾ ഒരാൾ പറഞ്ഞു, അത് ആര് എന്നോട് വെച്ചാൽ അത് പൊന്നുമാണ് ചെയ്തത്, സുരാജ് വെഞ്ഞാറ് കൂടെ ആ പടത്തിലുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് തൂർപ്പുകൂലാൻ. എന്താ? ഞാൻ പറഞ്ഞു, ഡാൻസ് ടീച്ചറായിട്ടാ. അത് പൊന്നുവാണോ ചെയ്തേ? ഞാൻ പറഞ്ഞ അയ്യോ അവിടെ പരമാ സുബ്രഹ്മണ്യം അങ്ങനെ കുറേ ആൾക്കാരുടെ പേരാ പറയുന്നത് കേട്ടത്. അപ്പോൾ എന്തായാലും പൊന്നിന് അതിനുള്ള ഭാഗ്യം ഉണ്ടായാലും നമുക്ക് ഡാൻസ് പഠിപ്പിക്കാമല്ലോ ടീച്ചറായി. എങ്ങനെ നിമിത്തം പോലെ എനിക്ക് വന്നു ആ വേഷം. എനിക്ക് രസമായിരുന്നു, എനിക്ക് അറിയാവുന്നതായിട്ടും എനിക്കത് ഭയങ്കര ഒരു ത്രില്ലിലാണ്. ഞാൻ അപ്പോൾ ഉദയനും സിബിക്കൻ തോമസും അതിൻ്റെ സ്ക്രിപ്റ്റ്. അപ്പോൾ ഉദയനൊക്കെ കൂടിയാ. അപ്പോൾ ഡബിങ് കഴിഞ്ഞപ്പോൾ ഉദയനൊക്കെ വിളിച്ചു പറഞ്ഞു, പൊന്നു ആ സീൻ നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു ഉദയൻ എന്നെ വിളിച്ചിട്ട്. ഇപ്പം ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ പൊന്നമ്മ ചേച്ചീനെ നമ്മൾ പ്രേക്ഷകർ അംഗീകരിക്കുന്നതിൽ ഈ ഒരു പേഴ്സണൽ ആവുന്നത് ഇപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ പല തരത്തിലുള്ള അമ്മ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പല ലൈഫ് സ്റ്റൈലിലുള്ള പല ആർട്ടിസ്റ്റുകൾ അമ്മയായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് നമുക്കൊരു ആക്സെപ്റ്റ് ചെയ്യാൻ തോന്നുന്നത് അത്രയും ജെനുവിനിറ്റി പെർഫോമൻസ് കൊടുക്കുന്നതുകൊണ്ടാണ്. എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ നമ്മുടെ മലയാളി പ്രേക്ഷകർ അങ്ങനെ ഒരാൾ അമ്മയായിട്ട് രജിസ്റ്റർ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർക്കത് അവരുടെ അമ്മയായിട്ട് കണക്ട് ചെയ്യണം, അവരുടെ ഹൗസ് ഹോൾഡിൽ അവരെന്നും കാണുന്ന ഒരാളായിട്ട് അത് ലിങ്ക് ചെയ്യാൻ പറ്റണം. ഈ അമ്മ വേഷങ്ങൾ പല ടൈം പീരീഡിൽ പല ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്, അതിലൊരു ആക്സെപ്റ്റൻസ് കിട്ടുന്നത്, ആളുകളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആവുന്നത്, അതിപ്പോൾ എങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ അതിലൊരു എക്സൈറ്റ്മെന്റ് എങ്ങനെ? ഞാൻ എടുത്ത കഥാപാത്രമൊക്കെ പ്രേക്ഷകർ സ്വീകരിച്ചതാ. ഇപ്പം ഞാൻ കുശുമ്പത്തിയായിട്ട് അഭിനയിച്ചോട്ടെ, അല്ലെ ഞാനൊരു താടകയായിട്ട് അഭിനയിച്ചോട്ടെ, അല്ലെ ഞാൻ പക്ക സെന്റിമെന്റ്സ് ചെയ്തോട്ടെ, അല്ലെ ഞാൻ ഹ്യൂമർ ഇട്ട് ചെയ്തോട്ടെ, ഒക്കെ പ്രേക്ഷകർ അത് അംഗീകരിച്ചു എന്നുള്ളതാണ് സത്യം. ചില കഥാപാത്രത്തിൽ നമ്മൾ ചിലതിൽ അങ്ങോട്ട് ആയിപ്പോയ പിന്നെ അനങ്ങാൻ പറ്റില്ല. പൊന്നമ്മ ചേച്ചിക്ക് സംഭവിച്ച പോലെ. ഇപ്പോൾ കവിർ പൊന്നമ്മ ചേച്ചിക്ക് ഒരു സായിയായി അമ്മ മാത്രം ചേച്ചിക്ക് വലിയ ആഗ്രഹം കോമഡി ചെയ്യാൻ. പക്ഷെ ചേച്ചി പറയും, എടീ എനിക്കൂടെ കോമഡി എന്നോട് ചേച്ചി എൻ്റെ അടുത്ത് പറയും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് എൻ്റെ അടുത്ത് പറയും. പലരും എന്നോട് ചോദിക്കും. ഞാൻ സിനിമയുടെ തുടക്കം എന്ന് പറയാനെല്ലാം നല്ല അമ്മയായിരുന്നു. കാരണം ജാനിക്കുട്ടി, കാരുണ്യം, നീ വരുവോളം, സ്പർശം, മുരളിച്ചേട്ടൻ്റെ വൈഫ്, നല്ല സ്പർശം എനിക്ക് നല്ലതായിട്ട് നല്ലതായിട്ട് സെന്റിമെന്റ്സ് പെർഫോം ചെയ്യാൻ മുരളിച്ചേട്ടനും ഉണ്ടായിരുന്നു അതുപോലെ ചെയ്യാനായിട്ട്. സ്പർശം, വാഴുന്നോര്, ജോഷി സാറിൻ്റെ പടം. ഞാൻ അങ്ങനെ ആ ഒരു എന്താ പറയുക, ഈ ഒരു പടം നല്ലതായിട്ടിങ്ങനെ അമ്മയായിട്ടിങ്ങനെ ചെയ്ത് വരുന്നിടത്താണ് എൻ്റെ ട്രാക്ക് മാറുന്നത്. പക്ഷെ അത് മാറിയപ്പോഴും ഞാൻ ഒരിക്കലും വിചാരിച്ച ഒരാളല്ല കേട്ടോ. ഞാൻ സിനിമയിൽ വന്ന് ഇതുപോലെ എന്തെങ്കിലും ഒരു അമ്മ റോളൊക്കെ ചെയ്ത് എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ പുറകിരുന്ന് നമുക്ക് നിന്ന് പോകണം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ദൈവം പറഞ്ഞു, ഇങ്ങനെ നീ പോയാൽ ശരിയാവില്ല, നീ ഒരു ഇതിലേ കൂടെ നീ പോയിട്ട് ഇങ്ങനെ അങ്ങ് വാ, എന്നാൽ അത് നീ പൂർത്തിയാവുള്ളൂ എന്ന്. എല്ലാവർക്കും അതിശയമുണ്ട്. എൻ്റെ ഫാമിലിക്കൊക്കെ ഞാനിത് കോമഡിയൊക്കെ ഇങ്ങനെ ചെയ്യുന്നു എന്ന് കാണുമ്പോൾ അവർക്കെല്ലാം ഒരു, കാരണം ജീവിതത്തിലൊന്നും അങ്ങനെ കോമഡി പറയാത്ത ഒരാളൊക്കെയാണ് ഞാൻ. വളരെ എന്താ പറയണേ, ഇങ്ങനെ അധികം ഇങ്ങനെ ഒരു പ്രത്യേക ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളധികം എന്താ വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ അധികം ഒന്നും അങ്ങനെ ഒരു വലിയ വർത്തമാനമൊന്നും പറയാത്തൊരു ക്യാരക്ടറായിരുന്നു ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ അല്ലാത്ത എൻ്റെ ഫാമിലിക്കും ഒക്കെ അവർ പറയും ഞങ്ങൾ ഒരിക്കലും വിശ്വസിച്ചില്ല പൊന്നമ്മ ഇങ്ങനെ ഹ്യൂമർ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ അമ്മ എനിക്ക് അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു ഇഷ്ടം. ഒരേപോലെ പോവാതെ എനിക്ക് വ്യത്യസ്തതയുള്ള അമ്മ വേഷം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഹ്യൂമറിലൂടെ ഹ്യൂമർ വിത്ത് സെൻറ്റിമെൻറ്റ്സ്, ഹ്യൂമർ വിത്ത് പിന്നെ നെഗറ്റീവ്, ഹ്യൂമർ വിത്ത് പല നമുക്ക് പ്രയാസമുള്ള വേഷം അത് ഫലിപ്പിച്ചെടുക്കാൻ ഭയങ്കര പ്രയാസമുള്ള സംഭവം അത്. നമ്മൾ ഹ്യൂമറിലൂടെ ഹ്യൂമർ തമാശ കൂടെ പറഞ്ഞ് കരയുക എന്ന് പറയുന്നത് അത് നമുക്ക് അത് വളരെ പ്രയാസം, അത് അറിയാൻ മേലാത്തതുകൊണ്ടാണ്. അപ്പോൾ ദൈവം നമുക്ക് എവിടെയോ അങ്ങനെ ഒരു കഴിവും കൂടെ ദൈവം തന്നു. അതുകൊണ്ട് എൻ്റെ കഥാപാത്രം, ഞാൻ എന്ത് കഥാപാത്രം ചെയ്താലും പ്രേക്ഷകർ രണ്ടുകൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. അവരെന്നെ എവിടെ വെച്ച് കണ്ടാലും ഞങ്ങളുടെ പൊന്നമ്മ ചേച്ചി നാട്ടിൽ
നമ്മുടെ പൊന്നമ്മ ചേച്ചി ഞാൻ ഗൾഫ് ഷോസിനൊക്കെ പോകുമ്പോൾ ഇതായത് നമ്മുടെ പൊന്നമ്മ ചേച്ചി, നമ്മുടെ ഞങ്ങളുടെ എന്നുള്ള അവരാക്കി അവരൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ അവരങ്ങനെ എന്നെ കണ്ടിരിക്കുന്നത്. അപ്പൊ അവരങ്ങനെ എല്ലാ റോളും ഞാൻ എന്ത് റോൾ ചെയ്താലും ചേച്ചി കലക്കിയിട്ടുണ്ട് കേട്ടോ, സൂപ്പറായിട്ടുണ്ട് കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയം നിറഞ്ഞു. പിന്നെ സന്തോഷം നമുക്ക് എൻ്റെ മനസ്സ് ഹൃദയമൊക്കെ നമുക്ക് നിറയും. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് വാഴുന്നൂര് എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടേഴ്സ് എല്ലാവരും അതിൻ്റെ പാർട്ടാണ്. നിങ്ങളെല്ലാവരും കൂടിയിട്ടുള്ള വലിയ സിനിമയാണ്. അതിൽ ആക്ഷൻ ഉണ്ടാവും, അത്ര തന്നെ ഫാമിലി ഇമോഷൻ. കൂടുതലും നിങ്ങളുടെ വീടിൻ്റെ അകത്താണല്ലോ ഇത്ര ആൾക്കാർ ഒരുമിച്ച് കാണുന്നത്. അതൊരു പേഴ്സണലി ഓഡിയൻസ് സന്തോഷമാണല്ലോ. നമുക്ക് ആക്ടേഴ്സ് എല്ലാവരും സ്ക്രീനിൽ ഒരുമിച്ച് വരുന്നത്. അതിൽ പ്രത്യേകിച്ച് ജഗതി ചേട്ടനായിട്ടുള്ള കോമ്പിനേഷൻ സീൻസ്, അതിൽ നിങ്ങളുടെ കെമിസ്ട്രി വർക്കൗട്ട് ആവുന്നുണ്ട്, നിങ്ങളുടെ ഹ്യൂമർ വർക്കൗട്ട് ആവുന്നുണ്ട്. അതിനുശേഷം സെക്കൻഡ് ഹാഫിലോട്ടുള്ള ഇപ്പം ഇമോഷണൽ സാധനത്തിലും ഭയങ്കരമായിട്ട് അവിടെ പെർഫോമൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. വാഴുന്നവരുടെ ഒരു മെമ്മറി എങ്ങനെയാണ് ശരിക്കും? വാഴുന്നത് ജോഷി സാറിൻ്റെ പടമല്ലേ, എൻ്റെ ശക്തമായ ഗുരുനാഥൻ വേണം പറയാം. ഒരുപാട് സാറിൻ്റെ തന്നെ പടത്തിൽ തന്നെ ഞാൻ 10, 15, 16 പടം സാറിൻ്റെ ചെയ്തു. അത് ചെയ്തതെല്ലാം വ്യത്യസ്തമായ എല്ലാം ഒരേ തരത്തിലുള്ള ഒരു വേഷം സാർ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടില്ല. 2 സീനേ ഉള്ളൂ, ഒറ്റ സീനേ ഉള്ളൂ. ആ സീൻ സാർ അത് പൊന്നമ്മനെ അത് പൊന്നമ്മ വിളിക്കട്ടെ. ഞാൻ റീഷൂട്ട് പോയ സാധനം വരെ ഞാൻ പോയി അഭിനയിച്ചിട്ടുണ്ട് പോയിട്ട്. അത് ഞാൻ അറിഞ്ഞിട്ടില്ല റീഷൂട്ടാന്ന് ആ ഒരു പടത്തിൻ്റെ, ലയൻ പടത്തിൻ്റെ. വാഴുന്നൂർ ഞാൻ ചെല്ലുമ്പോൾ എന്നെ അന്നപ്പം ഞാൻ 1-2 പടം കഴിഞ്ഞ് ജാനിക്കുട്ടിയെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഞാൻ സെറ്റ് ചെല്ലുന്നത്. സെറ്റ് ചെല്ലുമ്പോൾ സുരേഷ് ചേട്ടനൊക്കെ അവിടെ ആദ്യമായിട്ട് കാണുന്നത്. സുരേഷ് ഗോപി, നമ്മുടെ അമ്പിളിച്ചേട്ടൻ അതിന് മുമ്പ് ഒരു പടത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം വന്ന് ഇവരെല്ലാവരും ഇങ്ങനെ കവിറയാണ് ചേച്ചി, നമ്മുടെ പൊന്നമ്മ ചേച്ചിയുടെ അനിയത്തി കവിറയാണ് ചേച്ചിയുണ്ട്. അപ്പോൾ വൈഫായിട്ടല്ല, അവര് എന്നെ ഫറീസിന്റെ വൈഫായിട്ട്. അപ്പോൾ അങ്ങനെ എന്നെ ഫറീസായിട്ട്. അപ്പം അതിന് മുമ്പ് ഞാനൊരു പടം ഓരോ വിളിയും കാത്തോർത്തും പറഞ്ഞു EM-ന്റെ അത് പക്ക സെന്റിമെന്റ്സാ. ഞങ്ങൾ അഭിനയിച്ചിട്ടിരിക്കുക. എന്നെ ഫറീസായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മുകേഷാണ് ഹീറോ. ഓരോ വിളിയും കാതോർത്ത് ആ സിനിമ. അപ്പോൾ അങ്ങനെ ഞാൻ ആ സിനിമ അവിടെയുണ്ട്. അപ്പോൾ കുറച്ച് ആൾക്കാർ പരിചയമുള്ളവരുണ്ട്, കുറച്ച് ആൾക്കാർ പരിചയമില്ലാത്തവരുവാ. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെള്ളയൊക്കെ ഇട്ട് നല്ല എനിക്കറിയാൻ മേല അതിൻ്റെ സന്തോഷം ഞാൻ എങ്ങനെയാണ് പറയണതെന്ന്. ഞങ്ങളാണ് അതിനകത്ത്, ഞങ്ങൾക്ക് ശാന്തിനി, രേണു ചേച്ചി, നമ്മുടെ സംഗീത, ഇവർ കുറേ ആൾക്കാരുകളുണ്ട് അതിനകത്ത് അഭിനയിക്കാനായിട്ട്. സംയുക്ത വർമ്മ ആ ഒരു പടം കഴിഞ്ഞിട്ട് 2ാമത്തെ പടം ഇത്. വീണ്ടും ചില വീട്ടുകാരികൾ കഴിഞ്ഞിട്ട് 2ാമത്തെ പടത്തിലാണ് ഇതിൽ വാഴുന്നൂരിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ ആ പടം അതിനകത്ത്. അപ്പം ഞങ്ങളത് ദിവസം എന്താ പറയണേ, നല്ല രസമായിരുന്നു ആ സെറ്റും. എന്താ പറയണേ, സാറ് പ്രത്യേകിച്ച് ജോഷി സാറാണ് നന്നായിട്ട് അഭിനയിച്ചില്ല, ശരിക്കും വഴക്ക് പറയും. നന്നായിട്ട് അഭിനയിച്ച വെരി ഗുഡ് എന്ന് തന്നെ സാറ് പറയും. ദൈവം അനുഗ്രഹിച്ച് സാറിൻ്റെ ഒരുപാട് വെരി ഗുഡ് കിട്ടിയ ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. തെറ്റാണെങ്കിൽ തെറ്റാതെ അങ്ങനെ എല്ലാം ഉദ്ദേശിച്ചത് സാറ് പറയും. ചിലത് നമ്മൾ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും സാറെന്താ മനസ്സിൽ കണ്ടിരിക്കുന്നത്, അത് സാറിന് കിട്ടണം. സാറത് എടുപ്പിക്കും അത്. അപ്പോൾ അതങ്ങനെയല്ലാതെ സാറ് പറയും. നന്നായി ചെയ്തിട്ടുണ്ടെങ്കിൽ സാറിന് നന്നായി ചെയ്തില്ല ശരിക്കും വഴക്ക് കിട്ടും. നീ നന്നായിട്ട് ചെയ്താൽ വെരി ഗുഡ് പൊന്നമ്മ, ഗുഡ് എന്ന് സാറ് പറയും. അപ്പോൾ അവിടെ അസോസിയേറ്റൊക്കെ പറയും ഞങ്ങളൊക്കെ ചീത്തയും പൊന്നമ്മ ചേച്ചി വന്ന് വെരി ഗുഡും മേടിച്ചോണ്ട് പോയെന്ന് ആ സെറ്റിൽ നിന്ന്. അപ്പം ഞാൻ അത് പോയി. പക്ഷെ ഒരു കാര്യം ഓർക്കണം നിങ്ങൾ, നമ്മളൊക്കെ ആദ്യമൊക്കെ സിനിമയിൽ അഭിനയിക്കുമ്പോഴേ ഇത് ഫിലിമാ അല്ലേ. ടെൻഷൻ എടുത്ത് മനസ്സിലെ കൂടെ അഭിനയിക്കുന്നവരാരാ? മമ്മൂക്ക, ലാലേട്ടൻ, അമ്പിളിച്ചേട്ടൻ, ഈ പറയുന്ന താരങ്ങളല്ലേ എല്ലാം. ഇവരോടൊക്കെ ഇതിനോടൊക്കെ നമ്മൾ നിൽക്കുമല്ലേ. അപ്പൊ നമുക്ക് തന്നെ ഈ ഫിലിം വേസ്റ്റ് ആവരുത്. ഡയലോഗ് പഠിച്ചിട്ട് റീറ്റേക്ക് പോകുമ്പോൾ നമ്മുടെ നെഞ്ചു കിടന്ന് ആളുവോ. റീറ്റേക്ക് പോവല്ലേ ദൈവം, ഇനി അഥവാ തെറ്റിന്ന് തന്നെ വെക്കുക. എപ്പോഴും സകല ദൈവങ്ങളെയും വിളിക്കുക, കർത്താവേ തെറ്റില്ലേ, അടുത്ത് കറക്റ്റാക്കി തരണേ മനസ്സുകൊണ്ട്. നമ്മളൊന്ന് പതറിയും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അവിടുന്ന് പിക്കപ്പ് ആവണം. നമ്മളില്ല, നമ്മൾ തോറ്റു കൊടുക്കില്ല, അടുത്തതിനേക്കാൾ ബെറ്റർ ആക്കും എന്ന് മനസ്സിലോട്ട് കൊണ്ടുവന്നാൽ നമുക്കത് പതറിപ്പോയാൽ നമ്മൾ തെറ്റിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്, തെറ്റ് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. പിന്നെ കുറച്ച് കഴിയണം, എൻ്റെ മനസ്സിൽ തന്നെ അത് കിടക്കും. പക്ഷെ ഞാനത് മനസ്സിനെ ഞാനിങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അത് ഞാൻ നന്നായിട്ട് തന്നെ അത് പ്രസന്റ് ചെയ്യാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഈ ഗുഡ്, വെരി ഗുഡ്, ഈ ഫിലിമിന്റെ കാലത്ത് സ്ക്രിപ്റ്റ് ബൈഹാർട്ടാക്കി ഡയലോഗ് പറയുന്നതൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് വളരെ ചെറിയ പ്രായത്തിൽ നാടകത്തിന് പാർട്ടാവുന്നുണ്ട്. അതിൽ ഈ പറഞ്ഞ പോലെ വലിയ വലിയ പേജ് കണക്കിലുള്ള ഡയലോഗുകളാണ് പഠിച്ച് ബൈഹാർട്ടാക്കി പറയുന്നത്. അതിൽ ഈ പറയുന്നൊരു കുഞ്ഞ് പ്രായം മുതലേ
ഈ ഒരു പറയുന്ന ഒരു ആർട്ട് ഫോമിന്റെ പാർട്ടായി നിൽക്കുന്നു, ഇതിലൂടെ ട്രെയിൻഡ് ആവുന്നുണ്ട്. ഈ നാടകം ശരിക്ക് എൻ്റയർ കരിയറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫ്യൂവൽ അല്ലേ? തീർച്ചയായും. കാരണം വെച്ചാൽ എന്താ പറയണേ, നാടകം നമുക്ക് 15 ദിവസത്തെ റിഹേഴ്സലുണ്ട്. ഈ 15 ദിവസവും നമ്മളെന്നും വന്ന് റിഹേഴ്സൽ നോക്കുക, ഡയലോഗ് എല്ലാം പഠിച്ച് എല്ലാം കറക്റ്റാണ്. പിന്നെ ഫൈനൽ റിഹേഴ്സലുണ്ട്, പിന്നെ എൻ്റെ ഉദ്ഘാടനമാണ്. പിന്നെ അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ ഡയലോഗ് എല്ലാം കാണാൻ പഠിച്ച് പറഞ്ഞപ്പോൾ സിനിമയിൽ വന്നപ്പോൾ നമുക്ക് ഈ ഡയലോഗ് വലിയ നമ്മൾ പറയും ഡയലോഗ് കാണിച്ച് നമ്മളെ പേടിപ്പിക്കല്ലേ എന്ന് പറയും. തല്ല തപ്പറം ചലിക്കിടന്ന് വന്നിട്ടുള്ളവരാ ഞങ്ങളൊക്കെ എന്ന് നമ്മൾ പറയും. അപ്പോൾ ചില പറയും ഇത് വായിച്ചിട്ട് ഞാനാണ് തട്ട് പറയും ചേച്ചി പഠിച്ച ഡയലോഗ്. അപ്പോൾ ഞാൻ പറയും തട്ടേ കയറിയ മട്ടുമാറും. നമ്മൾ പറയുന്നത് കയറിയ തട്ടേ കയറിയ മട്ടുമാറും. നമ്മളിവിടെ നിന്ന് അങ്ങനെ പറയും. പിന്നെ നമ്മൾ തട്ടേ കയറി കഴിഞ്ഞാൽ നമ്മുടെ ആ ക്യാരക്ടറായിട്ട് ഇവിടെ നമ്മൾ തമാശ പറയും. ജസ്റ്റ് നമ്മൾ ക്യാരക്ടറായിട്ട് കയറിയാൽ നമ്മൾ ആ കഥാപാത്രമായിട്ട് അവിടെ നിന്ന് നമ്മൾ അഭിനയിക്കും. അപ്പം ആ നാടകത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്കുണ്ട്. പക്ഷേ അതിനിടയ്ക്ക് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായി. എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിനിടയ്ക്ക് സീരിയൽ അഭിനയിക്കാൻ പോയി. കുറച്ച് സീരിയലുകളുടെ സീരിയലുകൾ പോയപ്പോൾ എല്ലാം പ്രോമിറ്റ് ചെയ്യുമല്ലേ, നമുക്ക് പഠിക്കണ്ടല്ലോ. സുഖം കിട്ടിയിട്ട് പിന്നെ ഈ സിനിമയിൽ വന്ന് പഠിച്ചിട്ടേ ഡയലോഗ് മണ്ടേ നിൽക്കുന്നില്ല, പ്രശ്നമാണ്. അയ്യോ ഇതിപ്പോൾ ഇപ്പം ഒരു പടം വരുവാ, ജോഷി സാറിൻ്റെ പടം, അയ്യോ പ്രോമിറ്റിങ് ഉണ്ടാവില്ല, നോ പ്രോമിറ്റിങ് എന്ന് പറയും സാറ്. ഇപ്പം എന്ത് ചെയ്യും? അപ്പം പിന്നെ ഞാൻ പഠിച്ച ഡയലോഗ് ഞാൻ പറയും ഇനി അഥവാ എവിടെയെങ്കിലും തെറ്റോ ഒന്നിട്ട് തന്നേക്കണേ എന്ന് പറയും. ഉടനെ സാറ് അവിടെ നിന്നിട്ട് ഇത് കേൾക്കും. അപ്പം ഞാൻ പറയും സാറ് സീരിയലിൽ പോയി എന്നുമ്പോൾ സാർ വഴക്ക് പറയും. അപ്പോൾ ഞാൻ പറയും സാറേ ഞാൻ അവിടെ നിന്നിട്ട് സാറേ ഇതിങ്ങനെ എന്ന് പറയുമ്പോൾ സാറേ ഇടയ്ക്കിട്ട് കൊടുത്തേരെ എന്ന് പറയും. കാരണം സാറിന്റെ മുന്നുള്ള പടങ്ങളിലൊന്നും ഞാൻ അത് ആവശ്യപ്പെട്ടിട്ടില്ല. ഇങ്ങനെയൊക്കെ പോയി വന്നപ്പോൾ എവിടെയോ എനിക്കൊരു മാറ്റം ഇച്ചിരി വന്ന് സാറിന് മനസ്സിലായി. സാർ എന്നെ അതിന് വഴക്കും പറഞ്ഞു. ഈ സീരിയലിൽ പോയി സാറിന് ഇഷ്ടമല്ല സീരിയലിൽ പോയി അഭിനയിക്കണേ, സിനിമയുണ്ടല്ലോ സിനിമയിൽ അഭിനയിച്ചാൽ പോലെ എന്തിനാ സീരിയലിൽ പോയി അഭിനയിക്കണേ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ സീരിയലിൽ നമ്മൾ പോകുന്നത് എന്താ, നമുക്ക് ഈ സിനിമയിൽ കിട്ടാത്ത ചില കഥാപാത്രങ്ങൾ സീരിയലിൽ വരും. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും വരണമെന്ന് ചെയ്യണമല്ലോ. ഞാൻ ഹ്യൂമർ തന്നെ ആദ്യം ചെയ്ത് കാണിച്ചത് സ്ക്രീനിലാണ് വരുന്നത്. ഈ ഇപ്പൊ പറയുമ്പോഴേ ഈ പറഞ്ഞ പോലെ നാടകം ഫ്യൂവലാവുന്നു, ഇതെല്ലാം പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ ഈ പറയുന്ന കരിയറിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് അഡീഷൻ ആയിട്ട് റൈഫിൾ ക്ലബ്ബ് വരുന്നത്. അതിൽ ഈ പുന്നൂസിന് കിട്ടുന്ന കൈയിടികളുണ്ട് തിയേറ്ററിൽ, പ്രത്യേകിച്ച് ഈ പറഞ്ഞ ക്ലൈമാക്സിലെ മൊമെന്റില് സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുമ്പോൾ. അതായത് നമ്മൾ ആഗ്രഹിക്കും, നമ്മൾ ഈ വാഴുന്നവർ പറഞ്ഞ പോലെ ഒരുപറ്റ ആക്ടേഴ്സ് ഒരുമിച്ചാണ് സ്ക്രീനിൽ വരുന്നത്. മലയാളത്തിൽ ഇപ്പോൾ അധികം അങ്ങനെ ഈ ഒരു സ്റ്റൈലില് സിനിമകൾ കാണുന്നില്ല. ഇത്ര ആക്ടേഴ്സ് ഒരുമിച്ച് ഒരു മോട്ടീവായിട്ട് ഒരു ക്ലബ്ബ്, ഒരു വീട് സെറ്റിംഗ് വരുന്ന പോലെ ഈ റൈഫിൾ ക്ലബ്ബ് പനമച്ച നേരത്തെ പറഞ്ഞിരുന്നു. എന്നാ ഇതുപോലത്തെ ഒരു ഈ പറഞ്ഞ കംഫർട്ടുള്ളൊരു ലൊക്കേഷൻ വന്നിട്ട് കുറേ നാളായി എന്നുള്ളത് പറഞ്ഞിരുന്നു. അതിനൊക്കെ അപ്പുറം റൈഫിൾ ക്ലബിനെ ആലോചിക്കുമ്പോഴേ ഇപ്പോൾ ഈ സിനിമ ഭയങ്കര വിജയകരമായി ഓടുന്നു, നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നു, സ്ക്രിപ്റ്റ് കേൾക്കുന്നു. ഇപ്പോഴത്തെ ഒരു ജേണിയിൽ റൈഫിൾ ക്ലബിൻ്റെ സ്ഥാനം എവിടെയായിരിക്കും ശരിക്കും? ഭയങ്കര പേഴ്സണലാണോ? പിന്നെ എൻ്റെ സിനിമാ ജീവിതത്തിൽ ഞാൻ ഇത്രയും സന്തോഷിച്ച നാളുകളുണ്ടായിട്ടില്ല. എനിക്ക് പിന്നെ ഇതൊക്കെ ഒരു പുതിയ എക്സ്പീരിയൻസാണ്. ഈ പടവും എനിക്ക് പുതിയ എക്സ്പീരിയൻസാണ്. ഞാൻ ഇങ്ങനൊരു പടം, നമ്മൾ സാധാരണ ഒരു പടത്തിൻ്റെ പാറ്റേൺ അല്ല ഇത്. ഇതിനൊരു പ്രത്യേകതയുണ്ട് എല്ലാത്തിനും. വലിയ ഡയലോഗുകളൊന്നും ആർക്കും ഇല്ല. ചില ലുക്ക്, ചില നോട്ടം, ചില അങ്ങനെ കാര്യങ്ങളും മാത്രം കുറുക്കിക്കൊള്ളുന്ന അവിടെ ഇവിടെ കൊള്ളാവുന്ന കുറേ ഡയലോഗുകൾ മാത്രമേ ഉള്ളൂ. അപ്പം നേരത്തെ അങ്ങനെയാണോ? ഒരു പടത്തിൽ വന്നാൽ സ്ക്രിപ്റ്റ് തരും, ഒരു അരപ്പേജ് ഡയലോഗ് ഉണ്ടാവും. അവിടെ പോയി പറയണം, അവിടുന്ന് കൂടി ഇവിടെ ഒന്ന് പറയണം, അവിടുന്ന് കൂടി പോയി അടുക്കളയിൽ പോകണം, അടുക്കളയിൽ നേരത്തെ ഇപ്പറേ വരണം, ചില അവിടെ നിന്ന് പറയണം. അപ്പം ആ ഡയലോഗുകളും ഉണ്ടാവും. ഇത് മുഴുവൻ നമ്മുടെ മുഖത്തെ ഭാവം കൊണ്ടും നമ്മുടെ ലുക്ക് കൊണ്ടും അങ്ങനെ ആ കുറുക്കി കൊള്ളുന്ന എവിടെയാണ് ഡയലോഗ് അവിടെ ആ പഞ്ചിന് ഡയലോഗും അതൊക്കെ ഉള്ള പടത്തിൽ. അപ്പോൾ അത് എൻ്റെ ഒരു പുതിയ എക്സ്പീരിയൻസാണ് ഞാനതിൽ അഭിനയിക്കുന്നത്. പിന്നെ സെറ്റ് ഒരു ഈ ജന്മം മുഴുവൻ ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന മെമ്മറീസ് ഇഷ്ടം പോലെ നമ്മുടെ ഇവിടെ ഇരിക്കുക. അത്ര പൊന്നുപോലെയാണ് ആഷിഖബു അല്ലെങ്കിൽ മറ്റേ അവരുടെ ആ ക്രൂ മൊത്തം സ്നേഹവും പിന്നെ പരിഗണനയും എന്താ പറയുക ഒക്കെ തന്ന് നമ്മളെ അവിടെ ആ ഷൂട്ട് ചെയ്ത്. ആർക്കും ഒരു ജാടയില്ല, ആർക്കും ഒരു പത്രാസില്ല. ഞങ്ങളെല്ലാം ഒരു കുടുംബം പോലെ നല്ല രസമായിട്ട് അങ്ങേയറ്റം അനുരാഗ് കശ്യപ് സാർ വരെ നമ്മളോടൊപ്പം ഇരുന്ന് പറഞ്ഞ്. ഞാൻ ആഷിഖൊന്നും ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല. ക്യാമറയും ഡയറക്ഷനും എല്ലാം അദ്ദേഹം തന്നെയാണേ.
പ്രൊഡ്യൂസർ, ഡയറക്ടർ, ക്യാമറ. ഒരു മനുഷ്യൻ എപ്പോഴെങ്കിലും ദേഷ്യപ്പെടണ്ടേ? ഞാൻ ഇന്ന് വരെ ദേഷ്യപ്പെട്ട് ആഷിഖിനെ കണ്ടിട്ടില്ല. ആ ചിരിച്ച സ്മൈലും മുഖവും ഞാൻ ആഷിഖിനെ എപ്പോഴും കാണുന്നു. അതുപോലെ എന്തെങ്കിലും നമ്മുടെ ഡയലോഗ് പ്രസൻറ്റേഷനിൽ അത് അങ്ങനെയല്ല, ഇത് ഇങ്ങനെയാണ് ഉദ്ദേശിച്ച് പറയുന്നതെങ്കിൽ അത് ശ്യാം പുഷ്കർ കറക്റ്റായിട്ട് വന്നിട്ട് പറഞ്ഞു തരും, ചേച്ചി അത് അങ്ങനെയല്ല കേട്ടോ, അത് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണോ, ഓ അങ്ങനെയല്ല, ഓക്കെ. ചിലപ്പോൾ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളങ്ങ് പറയും, പക്ഷെ അതല്ല, അതിങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അവർ പറയും. പക്ഷെ അവരങ്ങനെ പറയുമ്പോൾ ഞാൻ ഓർക്കും അതന്നെ അങ്ങനെ അവരങ്ങനെ പറഞ്ഞത്, ഞാൻ ചിന്തിക്കുക എന്നോട് അവരുടെ ഇഷ്ടമല്ലേ, ഓക്കെ. പക്ഷെ പടം കണ്ടപ്പോഴാണ് നമ്മൾ വിചാരിച്ചത് അത് പക്കയാകാം, അത് അങ്ങനെ തന്നെ വേണം. പക്ഷെ എന്നൊക്കെ മനസ്സിൽ അവർ കണ്ടു മുന്നിൽ, എനിക്കത് കാണാൻ പറ്റിയില്ല. കാരണം എനിക്കത് പുതിയ എക്സ്പീരിയൻസ് അല്ലേ. അതുകൊണ്ട് എനിക്ക് ആ സെറ്റ് എനിക്ക് ഇത്രയും 10-30 വർഷക്കാലം അടുത്ത് ഞാൻ സിനിമയിൽ വന്നിട്ട് കുറേ ഇത്രയും പടങ്ങൾ ചെയ്തെങ്കിലും ഇത്രയും സന്തോഷിച്ച് ഇത്രയും സ്നേഹം തന്ന ഒരു സെറ്റ് എനിക്ക് മലയാളത്തിലുണ്ടായിട്ടില്ല. അത് ഇവിടെ എൻ്റെ റൈഫിൾ ക്ലബ്ബ് തന്നെ. പിന്നെ ഇതിൻ്റെ ഒരു സന്തോഷം, റിലീസായപ്പോൾ ആൾക്കാർ വിളിക്കുക, തിയേറ്റർ വിസിറ്റിംഗ് ഒന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നുവരെ അങ്ങനെ പോയിട്ടില്ല. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ട് പുതിയൊരാളെ പോലെയുള്ള. അതെ, എക്സ്പീരിയൻസ് പ്രേക്ഷകരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നാടകം കളിക്കുമ്പോൾ, നാടകം നമ്മളൊക്കെ സ്റ്റേജിലൊക്കെ വരുമ്പോൾ ഭയങ്കര കയ്യടി, നമ്മുടെ പേര് പറയുമ്പോൾ ഭയങ്കര കയ്യടിയൊക്കെ നമുക്ക് നാടകത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ചില ഡയലോഗ് പറഞ്ഞാൽ ഭയങ്കര കയ്യടി ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് തിയേറ്ററിൽ പ്രേക്ഷകരോടൊപ്പം പടം കഴിഞ്ഞ് ഞങ്ങൾ തിയേറ്ററിൽ കയറുമ്പോഴുള്ള ആ പ്രേക്ഷകരുടെ ഒരു ആരവും, പിന്നെ പൊന്നോ ചേച്ചി കലക്കി കേട്ടോ കലക്കി എന്നും പറഞ്ഞിട്ട് അവരുടെ സന്തോഷം അവരെടുത്തിങ്ങനെ പറയാന്ന് പറയുന്ന അത് കേൾക്കുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ വയ്യ. അപ്പോൾ സുരഭി ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. ലാസ്റ്റ് ആ ക്ലൈമാക്സിനകത്തൊരു ഭയങ്കര കയ്യടി വീഴുന്നുണ്ടോ, കയ്യടി വീണ് കഴിഞ്ഞ് പിന്നെ കാണുന്ന പ്രേക്ഷകർ എന്നെയാണ്. അപ്പോൾ അവർ ഭയങ്കര കയ്യടിയും ബഹളം. സുരഭി പറയാ, ഇനി പൊന്നൂസിനെ സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിൽ എന്ത്, ഇനി എന്തെങ്കിലെങ്കിൽ എന്ത് പൊന്നൂസ, ഇത് കണ്ടോ? സത്യം പറഞ്ഞ സുരഭി പറഞ്ഞപ്പോൾ ഞാനും ഓർത്തു കേട്ടോ, ഓ ഇത് മതി ഈ ജന്മം, എന്തിനാ ഒരുപാട് സത്യം. ഞാനത് എന്നാ ഇതിനേക്കാൾ വലിയ വേഷങ്ങളൊക്കെ ഞാൻ മലയാള സിനിമ ചെയ്തിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ അതല്ല, ഇത് സ്ക്രീൻ ലെങ്ത്തിൽ കൂടുതലുള്ള കുറെ ഡയലോഗ്സുകളുണ്ട്, അതുകൊണ്ട് ഇതുകൊണ്ട് എല്ലാം കൊണ്ടും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതുപോലെ അല്ല ഇത് വേറൊരു തലത്തിലുള്ള സംഭവമായിട്ടാണ് എനിക്ക് ഒത്തിരി ഫീൽ ചെയ്തിട്ടുള്ളതും. പിന്നെ അതിനെപ്പറ്റി പറയുമ്പോൾ എനിക്കാണെങ്കിൽ പറഞ്ഞാൽ ഞാനിങ്ങനെ അതിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. മൊത്തം എല്ലാവരും ഉള്ള ഞങ്ങളുള്ള നിമിഷങ്ങൾ പങ്കിട്ടതും എല്ലാം ഒറ്റ കെട്ടായിരുന്നു ഞങ്ങൾ. ഫൈനൽ നിപ്പുള്ള എല്ലാം കൂടെ ആ നിപ്പായിരുന്നു ഞങ്ങളവിടെ. അല്ല, ആ നിപ്പ് എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ പടം മൊത്തം കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് കൊണ്ടുപോകാനുള്ള കിക്ക് കിട്ടുന്നത് അതെങ്ങനെയാണ്? അതൊരു ഒറ്റ ടേക്കിൽ തീർന്ന പരിപാടിയാണോ? നിങ്ങളെല്ലാം കൃത്യം യൂണിഫൈ ചെയ്ത് തോക്കും പിടിച്ച്? സത്യം പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ കഥ അറിയത്തില്ല, അതാണ് ഇതിന്റെ ഏറ്റവും ഡബ് ചെയ്യുമ്പോഴും അറിയത്തില്ല. ഇതിന്റെ ഒന്നും നമുക്ക് നമ്മുടെ ഏരിയ അറിയത്തുള്ളൂ. ഞാൻ നോക്കിയിട്ട് അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്തിനാ നേരത്തെ കഥ അറിയുന്നേ? കഥ അറിയണ്ട, നിങ്ങൾക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ. നമുക്ക് തിയേറ്ററിൽ വന്ന് പടം ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുമല്ലേ, അടുത്ത് നമുക്ക് ആകാംക്ഷയാ. എനിക്കത് ഞാൻ പണ്ട് അഭിനയിക്കാത്ത കാലത്തൊരു സിനിമ കാണുന്ന ഒരു പ്രതിനിധിയായിരുന്നു ഞാൻ. അഭിനയിച്ചൊരു പടം പോയിട്ടിരുന്ന് ഇങ്ങനെ കാണുന്നത് മനസ്സിലായി. എനിക്കൊന്നും അറിയത്തില്ല, ബാക്കിയൊന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് അത് ഭയങ്കര ഇങ്ങനെ ത്രില്ലിംഗ് ആയിട്ട് ഞാൻ ഇരിക്കുമായിരുന്നു. അപ്പം ഞാൻ വിചാരിക്കും ഇനിയുള്ള പടങ്ങളായാലും എൻ്റെ ഭാഗം മാത്രം എനിക്ക് അറിയാൻ മതി, അത് നന്നായിട്ട് കൊണ്ടുപോവുക, ബാക്കിയുള്ള എനിക്ക് അറിയണ്ട. അത് നമ്മുടെ തമിഴിലുണ്ട് അങ്ങനെയൊക്കെ. തമിഴിലും എല്ലാം പറയില്ല, നമ്മുടെ പോഷൻ മാത്രമേ അവർ പറയത്തുള്ളൂ. ഞാൻ തനുഷിനോട് പോയി തമിഴ് ചെയ്ത സമയത്ത് അവർ പറയത്തില്ല, അവരുടെ വേറൊരു പാറ്റേണാണ്. അവർ ഇങ്ങനെ കഥ ലാസ്റ്റ് സിനിമ വരുമ്പോഴേ അറിയില്ല സിനിമ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞ പോലെ. അതിനേക്കാളും എന്താ നമ്മുടെ റൈഫിൾ ക്ലബ്ബ്, ഞാൻ സിനിമ കണ്ടപ്പോഴാണ് ഇങ്ങനെയൊക്കെയാണല്ലേ, ഓ ഞാൻ ഇങ്ങനെയൊക്കെയായിരുന്നല്ലേ എന്നൊക്കെ കാണുന്നത്. നല്ലതല്ലേ? ഇപ്പം തന്നെ ആഷിഖിൻ്റെ വെള്ളത്തിനകത്ത് ഞങ്ങൾ എൻ്റെ കുട്ടേട്ടൻ പറയുന്നുണ്ടല്ലോ, ആണുങ്ങളെക്കാൾ കൂടുതൽ മാസം കാണിച്ചേക്കുന്ന പെണ്ണുങ്ങളാണ് ആ സിനിമയ്ക്കകത്ത്. അങ്ങനെ കഥാപാത്രങ്ങൾ വരണമെന്നേ. എപ്പോഴും ആണുങ്ങളെ നമ്മളെപ്പോഴും നമ്മൾ മാനിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. എന്നാലും പെണ്ണുങ്ങൾക്ക് ഇപ്പോൾ പെണ്ണുങ്ങൾ കയറി ചെയ്താൽ ശരിയാവത്തില്ല എന്നാണ് ചിലരുടെ ധാരണ. പക്ഷെ എന്നെ തന്നെ ആ ഒരു വേഷത്തിന് വേറെ ആൾ ചിന്തിക്കുന്നില്ല. അന്നും ഇതുപോലെ ഈ വേഷങ്ങൾ വേറെ പല പടങ്ങളിലും ഉണ്ടേ. അവിടെ ഒന്നും ഞാൻ കാസ്റ്റായോ? എന്നെ കാസ്റ്റ് ചെയ്തില്ലല്ലോ. അത് തോന്നിയതാർക്കാ? ഒരു മാറ്റം, അതവർ മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കണം. കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴേ ആർട്ടിസ്റ്റിൻ്റെ കഴിവും
ആർട്ടിസ്റ്റുകൾ ചെയ്യാൻ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. സ്ത്രീകൾ ചെയ്യുന്ന കഥാപാത്രങ്ങളൊക്കെ ഉള്ള കഥാപാത്രം ഇനി വരണം. പക്ഷേ ഇനി കുറച്ചൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് നല്ല കഥാപാത്രങ്ങളൊക്കെ സ്ത്രീകൾക്ക് ഇതിൽ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ആഷിഖ് കപൂറിന്റെ ഏത് സിനിമ എടുത്താലും എല്ലാ സ്ത്രീകൾക്കും പ്രാധാന്യമുള്ള, അതിലെനിക്ക് പുള്ളി അപ്രിഷ്യേറ്റ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല. ആ കാര്യത്തിൽ എല്ലാം പെണ്ണുങ്ങൾക്ക് നല്ല ഇമ്പോർട്ടൻ്റ് കൊടുത്ത് തന്നെയാണ്.